എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെസ്കോക്ക് വേണ്ടി പുതിയൊരു ബിഡ് കൊടുത്തുവെന്ന്. 82.5 മില്യൺ പ്ലസ് 2.5 മില്യൺ ആഡ്സ് ഓൺ എന്നുള്ള ഒരു രീതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു പുതിയ ബിഡ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സെസ്കോ എന്ന ഒരു പ്ലെയറിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂക്കാസിലും ആ ഒരു ടഗ് ഓഫ് വാർ ഏകദേശം കുറച്ച് ദിവസത്തിനുള്ളിൽ, ഏകദേശം ഇന്നോ അല്ലെങ്കിൽ നാളെയോ അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്ലെയറിൻ്റെ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ മിക്കവാറും എന്തുകൊണ്ട് ലിവർപൂളിനും ന്യൂക്കാസിൽ യുണൈറ്റഡിനും ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ മേ ബി ഒരു ലീഗ് ഡിഫൈനിങ് ട്രാൻസ്ഫർ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് അറിയാമായിരുന്നു ന്യൂക്കാസിൽ യുണൈറ്റഡ് ഇസാക്ക്, ഇപ്പോൾ ലിവർപൂൾ ഇപ്പം ഏറ്റവും കൂടുതൽ ശക്തമായി നോക്കുന്ന ഒരു പ്ലെയറാണ് ഇസാക്ക്. പക്ഷേ ന്യൂക്കാസിൽ യുണൈറ്റഡിന് ലിവർപൂളിലേക്ക് ഇസാക്കിനെ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവർപൂളിൻ്റെ ഒരു ബിഡ് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഡെയിലി മെയിലിൻ്റെ കറസ്പോണ്ടൻറ്റും അതുകൂടാതെ ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ ബിഗ്ഗസ്റ്റ് ഫാനും ആയ ക്രേഗ് ഹോപ്പ് ചെങ്ങായി കുറച്ച് ദിവസമല്ല കുറേ ദിവസമായി ഈ ഒരു ഇസാക്ക് ലിവർപൂൾ എന്ന ഇഷ്യൂ, കൂടാതെ സെസ്കോ എന്ന ഇഷ്യൂ പുള്ളിക്കാരുടെ ട്വിറ്ററിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, കൂടാതെ യൂട്യൂബിൽ ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പം ഇന്നലെ ചെങ്ങായിട്ട് ഒരു ട്വീറ്റ് ഇതാണ്: Newcastle see Sesko as an Isak replacement, okay? But they are in a very strong PSR position. As I have said throughout Far East Tour, for Isak to join Liverpool, two things must happen. Number one, Newcastle United have replacement lined up or signed. Number two, Liverpool pay a fee they deem acceptable. അതുകൂടാതെ കുറച്ച് സമയം മുന്നേ പുള്ളിക്കാരൻ ഒരു ട്വീറ്റും കൂടി ചെയ്തിട്ടുണ്ട്. അതിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്: ഇറ്റ് വിൽ ബി ബാക്ക് ടു അതർ ടാർഗറ്റ്സ് നൗ ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ഇസാക്ക് ഈസ് ക്ലിയർ, ഹീ കാൻ ഗോ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ്. അതായത് ലിവർപൂൾ എന്തായാലും 150 മില്യൺ ന്യൂക്കാസിലിന് കൊടുക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. രണ്ടാമത്തത്, ന്യൂക്കാസിലിന് ഒരു റീപ്ലേസ്മെൻറ്റ് അവർ സ്ട്രോങ് ആയിട്ട് നോക്കിയ ഇസാക്കിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവർ നോക്കിയ ഒരു പ്ലെയറാണ് സെസ്കോ. അപ്പം ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് സെസ്കോ മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകദേശം ഒരു എഗ്രിമെൻറ്റ്, ഒരു കൈ കൊടുത്തിട്ട് പിരിയേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂ. അപ്പം ഈ ഒരു സമയം, ഈ ഒരു ടൈമിൽ സെസ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകും. ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ അവർക്ക് കിട്ടാനും പോകുന്നില്ല. അങ്ങനെ ആ ഒരു മെയിൻ ടാർഗറ്റിനെ കിട്ടിയില്ലെങ്കിൽ ഇസാക്കിനെ ലിവർപൂളിലേക്ക് കൊടുക്കാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. അഥവാ ലിവർപൂൾ മേ ബി ഒരു 140 മില്യൺ പൗണ്ടൊക്കെ ഇൻക്രീസ് ചെയ്താൽ തന്നെ മെയിൻ ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇസാക്കിനെ സെല്ല് ചെയ്യാനുള്ള ഒരു താല്പര്യം വളരെ കുറവാണ്. അപ്പം ഈ ഒരു സെസ്കോ എന്നൊരു ട്രാൻസ്ഫർ മേ ബി എല്ലാവർക്കും അറിയുന്നൊരു ലിവർപൂൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ കാരണം ഇസാക്കിനെ സൈൻ ചെയ്തു എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ വിന്നർ ലിവർപൂൾ ആണെന്ന് നിസ്സംശയം പറയും. ഇപ്പം ഓൾറെഡി ലിവർപൂളും ആഴ്സണൽ നമുക്ക് ഓക്കെ ഒരു ടൈ ആണ്. പക്ഷേ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസാക്കും കൂടി ഷൂളിൻ്റെ അറ്റാക്കിൽ വന്നു കഴിഞ്ഞാൽ ലിവർപൂളിന് ലീഗും ചാമ്പ്യൻസ് ലീഗും രണ്ടും അടിക്കേണ്ട കെൽപ്പ് ഒന്നും നോക്കാനില്ല, രണ്ടും അടിക്കേണ്ട കെൽപ്പ് 100% ഷുവറാണ്. അഥവാ ഇസാക്ക് വന്നില്ല എന്നുള്ളൊരു ഇത് വന്നാൽ, ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരാണ്, 3 നല്ല പ്ലെയേഴ്സിനെ ആഡ് ചെയ്യുകയും ചെയ്തു. സ്റ്റിൽ ലിവർപൂളിന് വിചാരിച്ചാൽ അടുത്ത സീസണിൽ കപ്പ് നേടാൻ പ്ലസ് ഇസാക്കും കൂടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര കട്ട സ്ട്രോങ് ആവും. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ന്യൂക്കാസിലിന് പിന്നെ വേറൊരു പ്ലെയറിനെ നോക്കേണ്ടി വരും റീപ്ലേസ്മെൻ്റ് ആയിട്ട്. ഒരു മെയിൻ ടാർഗറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവരെന്തായാലും ഇസാക്കിനെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു സെസ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഒരു ട്രാൻസ്ഫർ ലിവർപൂളിനെ ചെറിയ രീതിയിൽ ബാധിക്കും, അതേപോലെ ന്യൂക്കാസിലിനെ ബാധിക്കും. ഒരു ഹോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോൾ പ്രീമിയർ ലീഗിനെ ഒരു ചെറിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് റൈവൽ ഫാൻസൊക്കെ ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവും, എസ്പെഷ്യലി മേ ബി ചെൽസി ഫാൻസ് അല്ലെങ്കിൽ ആഴ്സണൽ ആൻഡ് സിറ്റി ഫാൻസൊക്കെ. കാരണം അവർക്കറിയാം ഇസാക്ക് ലിവർപൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവർപൂൾ ഇപ്പോൾ ഇല്ലെന്നാലും ഡബിൾ സ്ട്രോങ് ആവും. അപ്പോൾ റിവൽ ഫാൻസൊക്കെ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ആക്ച്വലി ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടായിരുന്നു വേറെ ഈ ഒരു എൻ്റെ യൂട്യൂബ് ചാനലല്ല, വേറെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരു സിറ്റി ഫാൻ്റെ ഒരു കമൻറ്റ് എന്നെ ഞാനൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ പറഞ്ഞത്
ഇസാക്ക് ലിവർപൂളിലേക്ക് പോകണം, എന്നിട്ട് സിറ്റി ലീഗ് വിൻ ചെയ്യണം. അത് ഡബിൾ എന്താ പറയുക, ഒരു മധുരം, ഇരട്ടി മധുരം തരുന്നൊരു വിജയമായിരിക്കും. ഇസാക്ക് ലിവർപൂളിലേക്ക് ട്രാൻസ്ഫർ ആയതിനു ശേഷം സിറ്റി കപ്പടിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ലിവർപൂളിനും ന്യൂകാസിലിനും മാത്രമല്ല, ഓൾ ഓഫ് പ്രീമിയർ ലീഗിലെ ആ ഒരു ടോപ്പ് ടീമൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു ട്രാൻസ്ഫറാണ്. എന്താണ് നടക്കാൻ പോകുന്നത്, ലിവർപൂളിന് ഇസാക്കിനെ കിട്ടുമോ അല്ലെങ്കിൽ ഇസാക്ക് വരില്ലേ, അങ്ങനെയുള്ളൊരു ഇത്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ എല്ലാ ടീമിനെയും ഓളായിട്ട് ഇങ്ങനെ ബാധിക്കുന്ന ഒരു ട്രാൻസ്ഫറാണ്. അപ്പം നമുക്ക് നോക്കാം, കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇസാക്ക് മോർ ഇൻ ദാൻ ഔട്ട് എന്നൊക്കെ, പക്ഷേ ഒരു സോളിഡ് ആയിട്ടുള്ള റീസൺ ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമുക്കെല്ലാവർക്കും കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയുന്നതാണ്. അതുവരെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ സാഗ പോകുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.